നോക്കാതെ വേഗം നടക്കണോ. ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. ആരെയും കാണുന്നില്ലല്ലോ. നോബഡി സീ. സൂക്ഷിച്ചിറക്കണം. കീപ്ലെസ് ടെൻഷനോ? പിന്നെ ആക്സിഡന്റ് വല്ലതും പറ്റിയോ? കാല് കണ്ടോ, കൈ എല്ലാം ഓക്കെ, ഓൾ റൈറ്റ്. വളരെ സൂക്ഷിച്ചിറക്ക്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. ഇവിടെ വൃത്തിയിടാക്കരുത് കേട്ടോ. സൂക്ഷിച്ച്. വളരെ സൂക്ഷിച്ചിറക്കടോ. സിസ്റ്ററെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡാക്ടർ പറഞ്ഞത്. ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യം 1 മാസമായി. ഇതാ പിടിച്ചു. എന്തേത്? ഇതെന്ത് വർത്തമാനാ? മലം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ. ഡോക്ടർ പറഞ്ഞിട്ടാ. എന്ത് മോഷൻ? ഇതെന്താ ചിരിക്കണത്? ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റ പാട്. കൊണ്ടുപോയിക്കോ. കൊണ്ട് സൂക്ഷിച്ച് അവിടെ കൊണ്ടുപോയി. പൊട്ടിച്ച് കളയാണ്ടല്ലോ, ഇടിച്ച് ഞാൻ. കൊണ്ടുപോടാ. 1 മാസത്തെ കളക്ഷനാ. പൊട്ടിക്കല്ലേ. ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുമ്പോ 1 മാസം ആവൂ. 1.5 മാസം പിടിക്കുമല്ലേ? വക്കീലൊന്ന് മാറിക്കേ. ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. ഞണ്ട് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്നറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ MCH എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് 2 കൊല്ലമല്ലേ? ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? 1 പ്രാവശ്യം വരാൻ തോന്നുന്നു. 1 പ്രാവശ്യം? എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കുക? എന്റെ വക്കീലെ, ഇതൊന്നും കിട്ടില്ലെന്നേ. അങ്ങനെ കിട്ടാതെയൊന്നും ഇരിക്കില്ല. പിന്നെ ഈ ഞണ്ട് വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കടിച്ചുതരാം. കണ്ടൊരു റൊമാൻസ്. മോള് ഊണ് കഴിച്ചോ? നീയാ? ഏയ്, ഒന്നും ആയില്ലേ? പപ്പടം കഴിച്ച തീർന്നു. ഞണ്ടാ? രാജി വഴിന്ന് വാങ്ങിച്ച മീൻകാരത്തിന് എന്തോരം ചീത്ത കേട്ടെന്നോ? അല്ല, അതെ, അവക്ക് മീൻചത്തൊന്നും പരിചയമില്ലാത്തോണ്ട്. വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വിളമ്പാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? ECക്ക് 32-ാം വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് പോയി കള്ളനും പോയി. നീ പോയി ആ മേശ വൃത്തിയാക്ക. പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യേ ചേട്ടാ, രാജയുടെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാ ഞായറാഴ്ച. ആഗസ്റ്റ് 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 15 ഞായറാഴ്ച. മറക്കണ്ട. മറക്കേല. നീ ചോറ് വിളമ്പുന്നുണ്ട്. ആ ഞണ്ടിന് ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ശരി, ചേട്ടൻ അങ്ങോട്ട് വാ. എന്താ സുഖ? ഇവക്ക് 2 സാരി വേണം. വേണ്ട, എടുത്തോളൂ. എനിക്ക് വരണെന്താ? എനിക്ക് വരണെന്താ? ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ, കണ്ണട താഴെ തുടക്കരുതേ. ഇത് നീ തിന്നു. ഇത് ചേച്ചിക്ക്. ഇത് അനുമോന്, ഇത് മിനിമോക്ക്. ഇത് രാജിമോൾ. കൊള്ളാം. നീ ഒന്നും വേണ്ടല്ലോ. ആ ബലി.
ഞാനിപ്പോ ചാകുവേ. ചേട്ടാ വിഷമിക്കായിരിക്കൂ, ഞങ്ങളില്ലേട്ടാ. ഇത് കണ്ടോ, ഇവരെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു. അയ്യോ എന്നെ കൊണ്ടുപോ, ഞാനിപ്പോ ചാകുവേ. നോക്കി കട കൊണ്ടുപോടാ, ഞാൻ ഘട്ടം പോയില്ല. ഞാൻ ചാത്തത്ത് വേണം അവൻ എന്റെ ഭാഗം വെച്ചേക്കാൻ. തേരെ വാദ ഒന്ന് പോടോർന്നു. നിന്റെ അമ്മയുടെ നായര് പോണ വണ്ടി വണ്ടി ഇപ്പൊ ഓപ്പറേഷൻ ഇപ്പൊ കീറണം. ഇപ്പൊ കണ്ടു. അയ്യോ സിസ്റ്ററെ, അയ്യോ ഓപ്പറേഷൻ വേണ്ടി വരും. അല്ല സിസ്റ്ററെ, എനിക്കിവിടെ ബി ഗ്രൂപ്പ് ബ്ലഡ് കിട്ടുമോ? ഈ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ സി ഗ്രൂപ്പ് മതി. സ്റ്റോക്ക് ഇല്ല. അയ്യോ അയ്യോ ഞാൻ ചത്തേ. ഒച്ച വയ്ക്കാതെ ഇല്ല. നോക്കട്ടെ. അയ്യോ മോഹൻദാസ്, അയ്യോ ബി ഗ്രൂപ്പ് ബ്ലഡ് വേണം. അയ്യോ എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവൻ പറഞ്ഞു തീരുമ്പോഴേക്കും എന്റെ പ്രാണം പോകും. അടിവിടാ. അയ്യോ അയ്യോ ഡാക്ടർ ഇവിടെ, ഡാക്ടർ ചോദേ. അയ്യോ ഞാൻ അയ്യോ ഡാക്ടർ വരാൻ. അയ്യോ എനിക്കൊന്നും വയ്യട്ടോ. അയ്യോ അമ്മോ, അയ്യോ എനിക്ക് എന്റെ അമ്മോ, എനിക്ക് ഗതി വന്നല്ലോ. അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അയ്യോ കൈക്കെന്ത് പറ്റി? അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അവനൊക്കെ നോക്കട്ടെ. വണ്ടി വിടല, വണ്ടി വിടല, വണ്ടി വിടലാ. എവിടെ? ഏത് ഈ കൈ? എവിടെ? ഈ കയ്യിൽ ഏത് കയ്യാ? ഈ കയ്യാ? എവിടെയാണ്? ബ്ലേഡ് കൊണ്ട് കൈ മുറിഞ്ഞതാ. ഈ കയ്യാ ഇത്? ഒന്നിറങ്ങി ഏ ഇറങ്ങ. പറയാം ചെക്കപ്പ് ഇറങ്ങ. എന്ത് കൊണ്ടു നടന്നു പോയാ മതി. നടന്നു പോയാ മതിന്ന്. അയ്യോ क्या हुआ तेरे वादा. പണിക്കർക്ക് ഉറക്കം വരുന്നുണ്ടോ? ഏയ് ഞാനിറങ്ങുമ്പോ മണി 11:30 മരുന്ന്. അച്ഛൻ ഇറങ്ങാനായില്ലേ? സമയം ഏതായാലും ഇത്രയായില്ലേ, ഇനി രാജം വന്നോട്ടെ. രാജിമോൾ എന്തിയെ? അവളകത്തുണ്ട്. ആ ഉണ്ണി, വാതിൽ തുറക്ക്. രാജനാ. യു ആർ ഇൻ ടൈം. രാജയുടെ അകത്തുണ്ട്, പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും ഇല്ലേ? അതിന് നിന്റെ ബർത്ത്ഡേ അല്ല. അല്ല, അച്ഛനെതിരെ ഉറങ്ങില്ലേ? ഇന്ന് അല്പം താമസിച്ചുറങ്ങാമെന്ന് കരുതി. പണിക്കരേട്ടുണ്ടല്ലോ. നാളെ അകത്തോട്ടില്ല. എന്താ പ്രസന്റേഷനുമായ രാജൻ രാത്രിയില്ലേ? നാളെ അല്ലേ ബർത്ത്ഡേ? ഇത് ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കാണുന്നൊരു സത്യമാണ്. ഓഗസ്റ്റ് 12-ാം തീയതി ബർത്ത്ഡേ ആണെങ്കിൽ 11-ാം തീയതി രാത്രി 12 മണിക്ക് രാജൻ ഇവിടെ എത്തിയിരിക്കും. ഈ 12 മണിക്ക് തന്നെയാണ് രാജിയെ പ്രസവിച്ചതും രാജന്റെ അമ്മ മരിച്ചതും. 10-22 വർഷങ്ങളായെങ്കിലും ഇന്നും ഞാൻ അതെല്ലാം ഓർക്കുന്നു.